എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പ്രമേഹത്തെക്കുറിച്ച് നോക്കാം. പ്രമേഹം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ജീവിതശൈലി രോഗത്തിൽ ആദ്യം പറയുന്നതാണ് പ്രമേഹം എന്ന് പറയുന്നത്. എന്നാൽ പ്രമേഹത്തിനുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് വിശപ്പ് കൂടുതലായിരിക്കും, ദാഹം കൂടുതലായിരിക്കും, മൂത്രമൊഴിക്കുന്ന ടെൻഡൻസി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ കൈയും കാലും തരിപ്പുണ്ടാകും, പിന്നെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകും, ചിലയാൾക്ക് കൈയും കാലും ശോഷിച്ചിരിക്കും, പിന്നെ ബോഡി ആ തടിയോടുണ്ടാകും, ചിലയാൾ നല്ല വെയിറ്റുള്ള ആളായിരിക്കും, പെട്ടെന്ന് ഒന്നും വെയിറ്റ് ഗെയിനോ ഒന്നും പ്രോസസ്സൊന്നും ചെയ്യാണ്ട് പെട്ടെന്ന് മെലിയുന്നത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ മസിൽ പിടുത്തം ഉണ്ടാകും, ശരിയായ ഉറക്കില്ലായ്മ, കൂടെ മൂത്രമൊഴിക്കുമ്പോൾ രാത്രി ഉറക്കില്ലായ്മ, അതിൻ്റെ ബുദ്ധിമുട്ട്, തലയൊക്കെ ഒരു പെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ? ഇത്തരം ബുദ്ധിമുട്ടെല്ലാം അതിൽ ഉണ്ടാകാറുണ്ട് ഷുഗർ കൂടുമ്പം. ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ നമ്മൾ വിശന്നാൽ പോലും ഭക്ഷണം കിട്ടാത്തൊരു രീതിയായിരുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പം അങ്ങനെയല്ല. നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഫുഡ് കഴിക്കുന്ന ഒരു പ്രവണതയായി. അത് പണക്കാരാകട്ടെ പാവപ്പെട്ടവരായിക്കോട്ടെ എല്ലാവരും നേരം ഫുഡ് കഴിക്കലാണ്. അത് ബേക്കറി ആയിക്കോട്ടെ, അല്ലെങ്കിലും ചോറ് കറി, ഇത് 5-6 നേരം ഇങ്ങനെ അതിനിടയ്ക്കുള്ള സ്നാക്സുകൾ, ഇങ്ങനെ ഫുഡ് ഒരുപാട് കഴിക്കുന്നുണ്ട്. നമ്മുടെ അകത്തേക്ക് എത്ര ഫുഡ് എത്തിക്കഴിഞ്ഞാലും അതെന്ത് ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുക. ഏത് തരം ഫുഡായാലും അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഈ ഗ്ലൂക്കോസിനെ ശരീരത്തിൽ നിന്ന് രക്തത്തിൽ നിന്ന് ചെയ്യും കരൾ ഗ്ലൈക്കോജനാക്കി മാറ്റും. ശരീരത്തിന് വേണ്ടുന്ന ഗ്ലൂക്കോസ് കൊടുത്തിട്ട് ഗ്ലൈക്കോജനാക്കി മാറ്റും. ഈ ഗ്ലൈക്കോജൻ ഇങ്ങനെ കൂടെ കഴിക്കുമ്പോൾ ഗ്ലൈക്കോജനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കരളിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ അത് ബ്ലഡിലൂടെ മൂത്രത്തിലൂടെ പോയിട്ട് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അക്യുപഞ്ചറിൽ പഠിക്കുന്നത് വിശന്ന് ആഹരിക്കുന്നവർക്ക് സാധാരണ ഷുഗർ പ്രോബ്ലം വരില്ല. അതുകൊണ്ടാണ് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വിഷമങ്ങൾ ഇപ്പം പറഞ്ഞ അതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാം. മധുരം കഴിച്ചുകൊണ്ടാണ് അതിൽ, അതായത് മധുരം കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കറി സാധനങ്ങളോ വേറൊരു ഫുഡോ അല്ല. തേൻ പോലുള്ള നാച്ചുറലായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകൾ കഴിക്കുക, അതിൽ നിന്ന് കിട്ടുന്നുണ്ട് മധുരം. അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് കൂടുതലാകുമ്പോൾ ഇത് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും? പാൻക്രിയാസ് തരക്കേടിലാണെന്ന് പറയുകയും നമുക്ക് മരുന്നിന് അഡിക്റ്റ് ആവുകയും ചെയ്യും. മരുന്ന് കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് മരണം വരെ അങ്ങനെ പോകണം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഫുഡിൽ മാത്രമല്ല നിങ്ങൾക്ക് ഷുഗർ കയറുന്നത്. ഇപ്പം നിങ്ങൾ ഷുഗർ ആണെന്ന് അറിഞ്ഞ് ആ ഫുഡെല്ലാം കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കും. അപ്പോഴും നിങ്ങൾ മാനസികമായിട്ട് ഭയങ്കര ആങ്സൈറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നാളെ എന്താവും എന്നുള്ളൊരു ചിന്തയുള്ള വ്യക്തിയാണെങ്കിൽ എത്ര ഫുഡ് കഴിച്ചില്ലേ പോലും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടിയിരിക്കും. അപ്പോൾ ഈ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എപ്പം നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ ലെവൽ ഹൈ ആയിട്ട് ഇരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് അവർക്ക് ഷുഗർ ലെവൽ ഹൈ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരു വ്യക്തി വീണിട്ട് എല്ലൊടിഞ്ഞോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിക്ക് പറ്റി, അപ്പോഴും അവിടുത്തെ ഷുഗർ ലെവൽ കൂടുന്നുണ്ട്. ഇപ്പം നിങ്ങളെ വീട്ടിലെ സ്വന്തമുള്ള ഒരാൾ മരണപ്പെട്ടു, ആ ഇമോഷണൽ ടൈമിൽ നിങ്ങളുടെ ഷുഗർ ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഷുഗർ എന്ന് പറഞ്ഞാൽ ഫുഡിലൂടെ മാത്രമല്ല, അതിന് കുറേ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഫുഡ് കുറച്ചുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് എന്ത് ഇമോഷനാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലൂടെയാണ് വരുന്നത്, അതുകൊണ്ടും കൂടി ഷുഗർ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഇതിൽ ജീവിക്കാൻ വേണ്ടി അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം രുചിച്ചുകൊണ്ട്, അത് ഒരുപാടല്ല, ഇഷ്ടമുള്ള മധുരമുള്ള ഭക്ഷണം കഴിച്ച് വിശപ്പിന് മാത്രം ആഹരിച്ച് നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ചുകൊണ്ട് ഇതിന് വരുന്ന പ്രമേഹത്തിൽ വന്നിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, താങ്ക് യു.